മിഥുനം രാശി മകയിരം നക്ഷത്രത്തിന്റെ അവസാന പകുതിയും തിരുവാതിരയും പുണർദം നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾച്ചേർന്നിരിക്കുന്നതായ മിഥുനം രാശിക്കാർക്ക് വ്യാഴം 3-ാം ഭാവത്തിൽ നിന്നും 4-ലേക്കാണ് മാറുന്നത്. നിലവിലുള്ള പ്രയാസങ്ങൾക്കത് വർധനവ് ഉണ്ടാക്കിയേക്കും. ദുഃഖേർ ബന്ധുജനോദ്ഭവൈസ്തി ഹിബുഗേ ദൈന്യം ചതുഷ്പാദ്ഭയം എന്ന പ്രമാണപ്രകാരവും മറ്റും ചിന്തിക്കുന്നതായ സമയത്തിലും ബന്ധുജനങ്ങൾ നിമിത്തം മനോവിഷമതയും കഷ്ടതകളും അനുഭവമാകുന്നൊരു സമയമാണിത്. സ്വജന വിയോഗ ദുഃഖവും ധനനഷ്ടവും വിദ്യാഭ്യാസത്തിന് തടസ്സങ്ങളും ഫലമാകുന്നു. വാഹന സംബന്ധമായോ നാൽക്കാലികളാലോ അപകടങ്ങളൊക്കെ ഇടയുള്ളതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധ വേണ്ടതാണ്. ജനുവരി മാസത്തിന് ശേഷം കണ്ടകശനി കൂടി വരുമെന്നതുകൊണ്ട് തന്നെ ദോഷഫലങ്ങൾ വർദ്ധിക്കുവാനാണ് സാധ്യത. ദാമ്പത്യപരമായിരിക്കുന്ന വിഷമതകൾക്കും പ്രണയ പരാജയങ്ങൾക്കും ഇടയുണ്ട്. വിദേശത്തിലോട്ട് ജോലിക്ക് ശ്രമിക്കുന്നവർ വളരെയധികം ജാഗ്രത പുലർത്തണം. കഠിനാധ്വാനം വഴി തൊഴിലിൽ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കുവാൻ സാധിക്കുന്നൊരു സമയമാണിത്. കർമ്മരംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിൽ കൂടിയും ദുർച്ചിലവുകൾ പരമാവധി കുറയ്ക്കണം. വസ്തുക്കൾ വാങ്ങുവാൻ ആലോചനയുണ്ടാക്കും. ഉദ്യോഗത്തിൽ സ്ഥാനാന്തര പ്രാപ്തിയും ഫലം തന്നെയാണ്. ദോഷപരിഹാരാർത്ഥമായി ശിവെങ്കിൽ, പിൻവിളക്ക്, ഇളനീർധാര എന്നീ വഴിപാടുകൾ ജന്മനക്ഷത്രം തോറും ചെയ്തു വരുന്നത് ഏറ്റവും ഗുണകരമാണ്. ഒപ്പം തന്നെ ശത്രുദോഷപരമായിരിക്കുന്ന ദോഷങ്ങളെല്ലാം തന്നെ മാറി ഗുണാഭിവൃദ്ധി ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് അഘോരയന്ത്രം ദേഹരക്ഷ ചെയ്യുന്നതും ഗുണം ചെയ്യും.